നമസ്കാരം പ്രിയമുള്ളവരെ, ആൾ ഇന്ത്യ ഇത്തിഹാദെ മുസ്ലിമീൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാവ് അസദുദ്ദീൻ ഒവൈസിയും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ മിക്കപ്പോഴും അഖിലേന്ത്യാ തലത്തിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമാണ് എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ കൂടി നേരത്തെ തെലങ്കാനയിൽ മാത്രമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉത്തരേന്ത്യയിൽ കൂടി അദ്ദേഹം വ്യാപിപ്പിച്ചതോടുകൂടി മിക്ക സംസ്ഥാനങ്ങളിലും അത് മുസ്ലിം വോട്ടുകൾ വിഭജിക്കുകയും BJPയുടെ വിജയത്തിന് കാരണമായി തീരുകയും ചെയ്യാറുണ്ടെന്ന് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ മിക്ക ഘടകകക്ഷികളും ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഉപോത്ഫലകമായ അതിന് ദൃഢമായ കൂടുതൽ തെളിവുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും ഉത്തേജകപൂർണമായ വാർത്തകളിലൊന്ന്. 2 ദിവസം മുമ്പ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാഷണൽ കോൺഫറൻസ് MP അഗാ മെഹ്ദിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വലിയ പ്രക്ഷോഭം നടക്കുകയായിരുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ട് യൂസഫ് പത്താൻ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം MP യൂസഫ് പത്താന് അടുത്തേക്ക് വന്നു. യൂസഫ് പത്താനെ നമുക്കറിയാം, അദ്ദേഹം മുൻ ക്രിക്കറ്റ് താരം കൂടിയാണ്. തൃണമൂലിൻ്റെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MP ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഗുജറാത്താണ്. യൂസഫ് പത്താന് സമീപം ഒരു മുസ്ലിം MP വന്നിട്ട് യൂസഫ് പത്താനോട് ഇങ്ങനെ പറഞ്ഞു അത്രേ, നിങ്ങൾ BJPക്കെതിരെ പ്രക്ഷോഭം നടത്തുമ്പോൾ, ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരേക്കുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീട് ഗുജറാത്തിലാണ്. ഇങ്ങനെ പ്രക്ഷോഭമൊക്കെ നയിച്ചാൽ BJPക്കെതിരായാൽ നിങ്ങളുടെ വീട് ഒരു പക്ഷേ ഗുജറാത്തിൽ ബുൾഡോസ് ഉപയോഗിച്ച് തകർത്ത് കളയും എന്ന് ഭീഷണിപ്പെടുത്തി അത്രേ. അത് കേട്ട് യൂസഫ് പത്താൻ തിരികെ നിരാശനായി ഭയപ്പാടോടുകൂടി തൻ്റെ സീറ്റിൽ വന്നിരുന്നു എന്നാണ് ഈ അഗാ മെഹ്ദിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഒന്നുകൂടി പൂരിപ്പിക്കുന്നുണ്ട്. മഹുവ മൊയ്ത്രി, അതായത് തൃണമൂലിൻ്റെ മറ്റൊരു MP, തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവ താരം എന്ന് പറയാവുന്ന MP, അപ്പോൾ യൂസഫ് പത്താന് സമീപമെത്തി പറഞ്ഞു, മമതാ ബാനർജി തങ്ങൾക്കൊപ്പമുണ്ട്, തൃണമൂൽ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങൾക്കൊപ്പമുണ്ട്, തങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, പ്രക്ഷോഭ രംഗത്തേക്ക് കൂടുതൽ ആക്റ്റീവായി കടന്നു വരുവാൻ മഹുവ മൈത്രി ആവശ്യപ്പെട്ടു എന്നും അഗാ മെഹ്ദി പറയുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മഹുവ മൈത്രിയുടെ ആ പ്രസ്താവന അതാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യം ജനിപ്പിക്കുന്നത്. അവർ പറയുന്നു, ഇങ്ങനെ യൂസഫ് പത്താൻ, മുൻ ക്രിക്കറ്റ് താരം കൂടിയായ തൃണമൂലിൻ്റെ MP യൂസഫ് പത്താന് സമീപം വന്ന് ഇങ്ങനെ ഭീഷണി സ്വരം മുഴക്കിയത് അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ആൾ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ, മജ്ലിസെ മൂവ്മെൻറ്റിൻ്റെ MP ആണ് എന്ന് പറയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ BJP അനുകൂലമായ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയം വളച്ചൊടിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കൂടുതൽ തെളിവ് ലഭിക്കുന്നു എന്നാണ് ഈ മഹുവ മൊയ്ത്രയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും മഹുവ മൊയ്ത്രയുടെ പ്രസ്താവന നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം BJP വിരുദ്ധമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, പാർലമെൻറ്റിനകത്തും പുറത്തും BJP നയിക്കുന്ന, BJPയുടെ ഭിന്നത പരത്തുന്ന രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് മഹുവ മൈത്ര എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവർ തന്നെ അടിവരയിട്ട് പറയുന്നു, ഇങ്ങനെ ഭീഷണിപ്പെടുത്തി യൂസഫ് പത്താനെ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അസദുദ്ദീൻ ഒവൈസി ആണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടുകളൊക്കെയും BJP അനുകൂലമാകുന്നു എന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളുടെയും ഒക്കെ ആരോപണങ്ങൾക്ക് സാധുതയുണ്ട്, അതിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുകയും ചെയ്യുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 30-40 സീറ്റുകളിലാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ, അതെപ്പോഴും BJP വിരുദ്ധമാണല്ലോ, ആ വോട്ടുകൾ വിഭജിച്ച് BJPയെ വിജയിപ്പിക്കാവുന്ന തരത്തിലേക്ക് മത്സരിച്ച് ഈ ഒവൈസിയുടെ പാർട്ടി കുളമാക്കിയത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതിൽ അധികവും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും അസമിലെയും അതുപോലെ ഒക്കെയുള്ള സീറ്റുകളാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അസദുദ്ദീൻ ഒവൈസിയുടെ രാഷ്ട്രീയം അത് BJP അനുകൂലമായ ഒരു രാഷ്ട്രീയം തന്നെയാണ്. അദ്ദേഹം BJPയുടെ ചാരനായി പ്രവർത്തിക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണം കൂടുതൽ സാധൂകരിക്കുന്നതാണ് പുറത്തു വരുന്ന തെളിവുകൾ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന്, നമ്മൾ അസദുദ്ദീൻ ഒവൈസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വ്യക്തമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം അസദുദ്ദീൻ ഒവൈസി വലിയ ബിസിനസ്മാനാണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിന് ഹൈദരാബാദിൽ വലിയ ഹോസ്പിറ്റൽ സമുച്ചയങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ മിക്ക നേതാക്കന്മാരും ED പോലെയുള്ള അന്വേഷണ ഏജൻസികൾ വേട്ടയാടുമ്പോൾ അസദുദ്ദീൻ ഒവൈസിയുടെ പേരിൽ ഇത്തരം കേസുകളൊന്നും ഇല്ല എന്നതും ഒരുപക്ഷെ
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ സംശയം ജനിപ്പിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ദിവസങ്ങളും മണിക്കൂറുകളും ഇഡിക്ക് മുന്നിലൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ അത്തരം ഒരു കേസുകളും അസദുദ്ദീൻ ഒവൈസി നേരിടുന്നില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. എന്തായാലും തീവ്ര രാഷ്ട്രീയം, അത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായാലും ഹൈന്ദവതയുടെ രാഷ്ട്രീയമായാലും പരസ്പരം വളരുവാൻ പൂരകങ്ങളായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അസദുദ്ദീൻ ഒവൈസി പറയുന്ന തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം വളർന്നാൽ മാത്രമേ BJPയുടെ തീവ്ര ഹൈന്ദവ രാഷ്ട്രീയവും വളരൂ. BJPയുടെ തീവ്ര ഹൈന്ദവ രാഷ്ട്രം വളർന്നാൽ മാത്രമേ അസദുദ്ദീൻ ഒവൈസിയുടെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയവും വളരൂ. പരസ്പരം വളരുവാൻ ഇരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൂരകങ്ങളായി നിൽക്കുന്നു എന്നു തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മതേതര ബോധമുള്ളവർ, മതേതര ചിന്ത വെച്ച് പുലർത്തുന്നവരൊക്കെയും ഇത്തരം കാര്യങ്ങളിൽ ഒരു അവബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഈ നാഷണൽ കോൺഫറൻസ് NPയുടെ പ്രസ്താവനയിൽ നിന്ന് പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം നമുക്കറിയാം, അത് വിഭജനത്തിൻ്റെ ഒരു വേദന അനുഭവിച്ചതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടിയാണത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഇരു രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവർ അവർ നീണ്ട കൊലപാതക പരമ്പരകൾ കണ്ടവരാണ്, നീണ്ട ബലാത്സംഗങ്ങൾക്കിരയായവരാണ്. അവരുടെ ഒരു പുതുതലമുറ അവർക്ക് ആ വിഭജനത്തിൻ്റെ ഒരു തീവ്രത ഉള്ളത് കൊണ്ട് തന്നെ പരസ്പര വിദ്വേഷവും അത് മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് കൂടുതൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത്തരം വിദ്വേഷങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാൻ മതേതര ബോധമുള്ള സമൂഹം ഒന്നിച്ചു വരണം എന്നു തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം. എന്തായാലും അസദുദ്ദീൻ ഒവൈസിയുടെ രാഷ്ട്രീയം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണവും മിക്കപ്പോഴും ഈ പാർട്ടിയുടെ സ്വാധീനമായിരുന്നു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഒപ്പം ഹരിയാനയിലും ബീഹാറിലും ഒക്കെയും ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വർദ്ധിച്ചത് ഈ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി വലിയ ശതമാനം വോട്ടുകൾ ഭിന്നിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് തന്നെയാണ്. അതായത് BJPയുടെ ഒരു ചാരനായി അല്ലെങ്കിൽ BJPയുടെ ഒരു ഏജൻ്റായി അസദുദ്ദീൻ ഒവൈസി പ്രവർത്തിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അവരെടുത്ത ചില സമീപനങ്ങളും അസദുദ്ദീൻ ഒവൈസിയുടെ തുല്യമായ രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളൊക്കെ എടുത്ത നിലപാടുകളും ഒക്കെയും സംഘപരിവാരത്തെ അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് തീവ്രതയുടെ രാഷ്ട്രീയം അത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഇത് കണ്ടറിഞ്ഞ് പ്രതികരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം എല്ലാ തരത്തിൽ നിന്നുള്ള പാരവെപ്പുകളും വരുന്നുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇടവാക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.